സ്മാർട്ട് ശ്രീയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത നമ്മുടെ ടോപ്പിക് ഉൽപാദന ഘടകങ്ങൾ. എന്താണ് ഉൽപാദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഉൽപാദനം. ഈ ഉൽപാദനത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് എന്ത് ലഭിക്കും? ഉൽപാദനത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് ഉൽപ്പന്നം ലഭിക്കും. ഈ ഉൽപാദനത്തിന് സഹായിക്കുന്ന ഘടകങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ഉൽപാദന ഘടകങ്ങൾ. അപ്പോൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഉൽപാദന ഘടകങ്ങൾ എന്ന് നോക്കാം. ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവയാണ് പ്രധാനപ്പെട്ട ഉൽപാദന ഘടകങ്ങൾ. നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഉൽപാദനം. ഉൽപാദനത്തിൻ്റെ ഫലമായി ലഭിക്കുന്നതാണ് ഉൽപ്പന്നം. ഉൽപാദനത്തിന് സഹായിക്കുന്ന ഘടകങ്ങളാണ് ഉൽപാദന ഘടകങ്ങൾ. ഉൽപാദന ഘടകങ്ങൾ പ്രധാനമായിട്ട് ഏതാണ്? ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. അപ്പോൾ 2021 ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. താഴെ പറയുന്നത് നിഷ്ക്രിയ ഉൽപാദന ഘടകങ്ങൾ പെടുന്നത് നിഷ്ക്രിയോ സ്ക്രിയോ ഏതായിരുന്നു എന്ന് കൃത്യമായിട്ട് ഓർമ്മയില്ല. പക്ഷേ സ്ക്രിയ ഘടകം ഏത്, നിഷ്ക്രിയ ഘടകം ഏത്, നിഷ്ക്രിയ ഉൽപാദന ഘടകം അല്ലെങ്കിൽ സ്ക്രിയ ഉൽപാദന ഘടകം ഏത് എന്നറിയണം. അപ്പോൾ ഇതിൽ ഏതായിരിക്കും നിഷ്ക്രിയ ഉൽപാദന ഘടകം? നിഷ്ക്രിയം എന്ന് വരുമ്പോൾ ഭൂമിയും മൂലധനവുമാണ് നിഷ്ക്രിയ ഉൽപാദന ഘടകത്തിൽ പെടുന്നത്. നിഷ്ക്രിയം ഉൽപാദന ഘടകമാണ് ഭൂമിയും മൂലധനവും. തൊഴിലും സംഘാടനവും സ്ക്രിയ ഉൽപാദന ഘടകങ്ങളാണ് പെടുന്നത്. സ്ക്രിയ ഉൽപാദന ഘടകമാണ് തൊഴിലും സംഘാടനവും. ഭൂമിയും മൂലധനം ഏതാണ്? നിഷ്ക്രിയം എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് അല്ലാത്തത്. ആക്റ്റീവ് ഇവിടെ എന്ന് പറയാം പാസീവ്. അപ്പോൾ ആക്റ്റീവ് ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്റ്റീവ് ഏതാണ്? ഇത് ആക്റ്റീവ്, ഇത് പാസീവ് കേട്ടോ. തൊഴിൽ, സംഘാടനം എന്നിവ ആക്റ്റീവ് ഫാക്ടേഴ്സാണ്. ഭൂമി, മൂലധനം എന്നിവ പാസീവ് ഫാക്ടേഴ്സാണ്, നിഷ്ക്രിയ ഘടകങ്ങളാണ്. ഓക്കെ ആണല്ലോ? അറിഞ്ഞിരിക്കണം നിഷ്ക്രിയം ഏതാണ്, സ്ക്രിയം ഏതാണെന്നും. ഭൂമി എന്നുള്ള ഉൽപാദന ഘടകത്തിൽ എന്തൊക്കെ പെടുന്നു? ഭൂമി എന്നുള്ള ഉൽപാദന ഘടകത്തിൽ നമ്മുടെ ഭൂമിയുടെ ഉപരിതലം, ഭൂമിയുടെ അന്തരീക്ഷം, ഭൗമാന്തരീക്ഷം, പിന്നെ ഭൂമിയുടെ അന്തർഭാഗം. അപ്പോൾ ഭൗമാന്തർഭാഗം, ഭൗമോപരിതലം, ഭൗമാന്തരീക്ഷം എന്നിങ്ങനെ എല്ലാ ഭാഗത്തുള്ള കാര്യങ്ങൾ, ഈ 3 ഭാഗത്തുള്ള കാര്യങ്ങൾ ഭൂമി എന്നുള്ള ഉൽപാദന ഘടകത്തിൽ പെടും. അപ്പോൾ ഒരു ഉൽപാദന ഘടകം എന്ന നിലയിൽ ഭൗമോപരിതലം, ഭൗമാന്തരീക്ഷം, ഭൗമാന്തർഭാഗം എന്നിവയുള്ള ഫാക്ടേഴ്സൊക്കെ ഭൂമി എന്നുള്ള ഉൽപാദന ഘടകത്തിൽ പെടും. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മണ്ണ്, ജലം, വനം, വായു, കൽക്കരി. മണ്ണ്, ജലം, വനം, വായു, കൽക്കരി എന്നിവ ഭൂമി എന്നുള്ള ഉൽപാദന ഘടകത്തിൽ പെടുന്നതാണ്. മണ്ണ്, ജലം, വനം, വായു, കൽക്കരി എന്നിവയാണ് ഭൂമി എന്നുള്ള ഉൽപാദന ഘടകത്തിൽ പെടുന്നത്. ഓക്കെ ആണല്ലോ? ഇനി ഒരു ഉൽപാദന ഘടകം എന്ന നിലയ്ക്ക് ഭൂമിക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണ്? ഉൽപാദന ഘടകം എന്ന നിലയിൽ ഭൂമിക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണ്? ഭൂമിക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്തായിരിക്കും ഉൽപാദന ഘടകം എന്ന നിലയ്ക്ക്? ഭൂമി ഇപ്പോൾ ഞാനൊരു ബിസിനസ് നടത്തണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു റൂം എടുക്കുകയാണ്. അതാണ് എൻ്റെ ഒരു ഉൽപാദന ഘടകം. ഭൂമി എന്നുള്ള ഉൽപാദന ഘടകം ആ റൂമാണ്. അപ്പോൾ ആ റൂമിന് ഞാൻ എന്താണ് പ്രതിഫലം കൊടുക്കുന്നത്? പാട്ടം, റെൻ്റ് ആണല്ലേ. അപ്പോൾ ഭൂമി ഒരു ഉൽപാദന ഘടകം എന്ന നിലയിൽ ഭൂമിക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണ്? പാട്ടം അഥവാ റെൻ്റ്, വാടക. തൊഴിൽ ഒരു ഉൽപാദന ഘടകമായി എടുക്കുമ്പോൾ എന്തൊക്കെ വിടും? മനുഷ്യൻ്റെ മാനസികവും ബുദ്ധിപരവുമായിട്ടുള്ള കായികവുമായിട്ടുള്ള കഴിവുകളെല്ലാം ഉപയോഗപ്പെടുത്തുന്നതിനെയാണ് ഈ ഒരു ഉൽപാദന ഘടകം, തൊഴിൽ എന്നുള്ള ഉൽപാദന ഘടകത്തിൽ. മാനസികവും കായികവും ബുദ്ധിപരവുമായിട്ടുള്ള എല്ലാ കഴിവുകളും പ്രയോജനപ്പെടുത്തുന്നതാണ് തൊഴിൽ എന്നുള്ള ഉൽപാദന ഘടകത്തിൽ പെടുന്നത്. അപ്പോൾ തൊഴിലിന് എന്താണ് പ്രതിഫലം ലഭിക്കുക? നമുക്കറിയാം അല്ലേ? കൂലി അല്ലെങ്കിൽ വേജസ് അല്ലെങ്കിൽ കൂലി. യെസ്. നെക്സ്റ്റ് മൂലധനം. എന്താണ് മൂലധനം? ക്യാപിറ്റൽ എന്താണ്? ഒരു ബിസിനസ് സ്ഥാപനത്തിലുള്ള കാണാനും സ്പർശിക്കാനും കഴിയുന്ന എല്ലാ സാധനങ്ങളും പെടുന്നതാണ് മൂലധനത്തിൽ. അതായത് കാണാനും സ്പർശിക്കാനും കഴിയുന്ന വസ്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാക്ടറിയിലുള്ള മെഷീനറീസ്, അല്ലെങ്കിൽ ഒരു ഓഫീസിലുള്ള കമ്പ്യൂട്ടർ, അല്ലെങ്കിൽ അവിടെയുള്ള സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, ഇതൊക്കെ മൂലധനം എന്നുള്ള ഉൽപാദന ഘടകത്തിൽ പെടും. മൂലധനം എന്നുള്ള ഉൽപാദന ഘടകത്തിൽ പെടുന്നത് ഇതുപോലെ കാണാനും സ്പർശിക്കാനും കഴിയുന്ന വസ്തുക്കളാണ്. അപ്പോൾ മൂലധനത്തിൽ ലഭിക്കുന്ന പ്രതിഫലം എന്താണ്? ക്യാപിറ്റലിന് ലഭിക്കുന്ന പ്രതിഫലം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പലിശയാണ് ക്യാപിറ്റലിന് ലഭിക്കുന്ന പ്രതിഫലം. അപ്പോൾ ക്യാപിറ്റലിന് ലഭിക്കുന്ന എന്താണ്? പലിശ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ്.
നെക്സ്റ്റ് സംഘാടനം. സംഘാടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സംഘാടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി ചേർക്കാം, ഒരുമിച്ച് ചേർത്ത് പ്രവർത്തിപ്പിക്കണ്ടേ. ഭൂമി, തൊഴിൽ, മൂലധനമൊക്കെ ഒരുമിച്ച് ചേർത്ത് സ്ഥാപനം പ്രവർത്തിക്കുക, അതാണ് സംഘാടനം. സംഘാടനത്തിന് ലഭിക്കുന്ന പ്രതിഫലം എന്തായിരിക്കും? ലാഭം. സംഘാടനത്തിന് ലഭിക്കുന്ന പ്രതിഫലം എന്തായിരിക്കും? ലാഭം, പ്രോഫിറ്റ്. ഉൽപാദന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. ഉൽപാദന ഘടകം എന്ന നിലയിൽ ഭൂമിക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് പാട്ടം. ഉൽപാദന ഘടകം എന്ന നിലയിൽ തൊഴിലിന് ലഭിക്കുന്ന പ്രതിഫലമാണ് കൂലി. മൂലധനത്തിന് ലഭിക്കുന്ന പ്രതിഫലം ഏതാണ്? പലിശ. സംഘാടനത്തിന് ലഭിക്കുന്നത് ഏതാണ്? പ്രോഫിറ്റ്. ഓക്കെ ആണല്ലോ. ഇനി സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റിനെ എന്ത് പേര് പറയും? ഉൽപാദന യൂണിറ്റ്. ഈ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റിൽ നിന്ന് അത് ഏത് യൂണിറ്റിലേക്കാണ് പോവുക? വിതരണം ചെയ്യുന്ന ഏത് യൂണിറ്റിലേക്കാണ്? ഗാർഹിക യൂണിറ്റിലേക്കാണ്. സാധനങ്ങൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ഗാർഹിക യൂണിറ്റ്. സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റ് അറിയപ്പെടുന്ന പേരാണ് ഉൽപാദന യൂണിറ്റ്. ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ഗാർഹിക യൂണിറ്റ്. ഉൽപാദന യൂണിറ്റിന് ഈ ഫാക്ടേഴ്സ് കൊടുക്കുന്ന യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതാ പറയുക? ഗാർഹിക യൂണിറ്റ്. ഉൽപാദന യൂണിറ്റിന് ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നീ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നൽകുന്ന യൂണിറ്റ് ഏതാണ്? ഗാർഹിക യൂണിറ്റാണ്. തിരിച്ച് ഗാർഹിക യൂണിറ്റിന് എന്ത് കിട്ടും? പാട്ടം, വേജ്, പലിശ, പ്രോഫിറ്റ് എന്നിവ തിരിച്ച് ഉൽപാദന യൂണിറ്റ് ഗാർഹിക യൂണിറ്റിന് നൽകും. അപ്പോൾ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റാണ് ഉൽപാദന യൂണിറ്റ്. ഉൽപാദന യൂണിറ്റിന് ഉൽപാദന ഘടകങ്ങൾ കൊടുക്കുന്ന യൂണിറ്റാണ് ഗാർഹിക യൂണിറ്റ്. ഗാർഹിക യൂണിറ്റിന് തിരിച്ച് എന്തൊക്കെ കൊടുക്കും? ഈ പ്രതിഫലങ്ങളൊക്കെ തിരിച്ചു കൊടുക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് ഉൽപാദന ഘടകങ്ങൾ. ഇതിൽ സ്ക്രിയം ഏതാണ്, നിഷ്ക്രിയ ഏതാണെന്ന് പഠിച്ചിരിക്കണം. സ്ക്രിയ ഘടകങ്ങളാണ് തൊഴിലും സംഘാടനവും. നിഷ്ക്രിയമാണ് ഭൂമിയും മൂലധനവും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. ഉൽപാദന മേഖലകൾ. ഉൽപാദന മേഖലകൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ പ്രാഥമിക മേഖല. പ്രാഥമിക മേഖല, പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല എന്നിവയാണ് പ്രധാനപ്പെട്ട ഉൽപാദന മേഖലകൾ. അപ്പോൾ പ്രാഥമിക മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കാർഷിക മേഖല. പ്രാഥമിക മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കാർഷിക മേഖല. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തുന്ന മേഖലയാണ് പ്രാഥമിക മേഖല അല്ലെങ്കിൽ കാർഷിക മേഖല. ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ പ്രദാനം ചെയ്യുന്ന മേഖലയും പ്രാഥമിക മേഖലയാണ്. അപ്പോൾ പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തുന്ന മേഖലയാണ്. ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുന്ന മേഖലയാണ് പ്രാഥമിക മേഖല അല്ലെങ്കിൽ കാർഷിക മേഖല. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് കാർഷിക മേഖലയാണ് അല്ലെങ്കിൽ പ്രാഥമിക മേഖലയാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഏതാണ്? കാർഷിക മേഖല അല്ലെങ്കിൽ പ്രാഥമിക മേഖലയാണ്. ഇവിടെ എന്തൊക്കെയാണ് പ്രാഥമിക മേഖലയിൽ വരിക? പ്രാഥമിക മേഖലയിൽ വനപരിപാലനം, മത്സ്യബന്ധനം. വനപരിപാലനം വരും, മത്സ്യബന്ധനം വരും, കൃഷി വരും, പിന്നെ ഖനനം, പാറവെട്ട് എന്നിവയൊക്കെ വരും. കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനവും പാറവെട്ടും എന്നിവയൊക്കെ വരുന്നത് ഏത് മേഖലയിലാണ്? പ്രാഥമിക മേഖലയിലാണ്. പ്രാഥമിക മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തുന്ന മേഖലയാണ്. പ്രാഥമിക മേഖലയുടെ അടിസ്ഥാനം എന്താണ്? കൃഷിയാണ്. കാർഷിക മേഖല എന്നറിയപ്പെടുന്നത് കൊണ്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഏതാണ്? കാർഷിക മേഖലയാണ്. ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന മേഖലയാണ് പ്രാഥമിക മേഖല അല്ലെങ്കിൽ കാർഷിക മേഖല. പിന്നെ പ്രാഥമിക മേഖലയിൽ വരുന്നത് എന്തൊക്കെയാണ്? വനപരിപാലനം വരുന്നുണ്ട്, മത്സ്യബന്ധനം വരുന്നുണ്ട്, ഖനനം വരുന്നുണ്ട്, പാറവെട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മൾ പഠിച്ചതാണ് കൃഷി. കൃഷിയാണ് ഇതിൻ്റെ അടിത്തറ എന്ന് പറഞ്ഞു. കൃഷി എന്നിവയൊക്കെയാണ് പ്രാഥമിക മേഖലയിൽ വരുന്നത്. ഓക്കെ ആണോ? പ്രാഥമിക മേഖലയിൽ വരുന്ന കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും, ഖനനം, പാറവെട്ട്, മത്സ്യബന്ധനം, വനപരിപാലനം എന്നിവയൊക്കെയാണ് പ്രാഥമിക മേഖലയിൽ വരുന്നത്. നെക്സ്റ്റ് ദ്വിതീയ മേഖല. ദ്വിതീയ മേഖല ഈ പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ ഉപയോഗപ്പെടുത്തി സാധനങ്ങൾ നിർമ്മിക്കുന്ന മേഖലയാണ് ദ്വിതീയ മേഖല. പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ ഉപയോഗപ്പെടുത്തി സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് മേഖലയാണ് ദ്വിതീയ മേഖല. ഇപ്പം നമുക്ക് പറയാം എന്താ പറയുക, വ്യവസായങ്ങൾ ഏതിലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ്വിതീയ മേഖലയിലാണ്. ഞാൻ പറയാം, വ്യവസായങ്ങൾ വരും, പിന്നെ കെട്ടിട നിർമ്മാണങ്ങൾ വരും. വ്യവസായങ്ങൾ, കെട്ടിട നിർമ്മാണം, ഉൽപ്പന്നങ്ങൾ
നിർമ്മിക്കുക, കെട്ടിടം മാത്രമല്ല ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക, വ്യവസായശാലകൾ, പിന്നെ ഏതാണ് കെട്ടിടങ്ങൾ നിർമ്മിക്കുക, ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക, വൈദ്യുതി, ഗ്യാസ്, ജലവിതരണം, വൈദ്യുതി, ഗ്യാസ്, ജലം എന്നിവ വിതരണം. അപ്പം എന്നിവയൊക്കെ വരുന്ന മേഖല ഏതാണ്? ദ്വിതീയ മേഖല അല്ലെങ്കിൽ വ്യവസായ മേഖല എന്നറിയപ്പെടുന്നു. വ്യവസായ മേഖല അല്ലെങ്കിൽ ദ്വിതീയ മേഖല എന്നറിയപ്പെടുന്നു. രണ്ടാമത്തെ മേഖല, അപ്പോൾ ആദ്യത്തെ മേഖലയിലെ ഉൽപ്പന്നങ്ങൾ എടുത്തിട്ട് സാധനങ്ങളൊക്കെ നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ദ്വിതീയ മേഖലയിൽ നടക്കുന്നത്. അവിടെ പ്രധാനപ്പെട്ടത് എന്തൊക്കെയാണ് വരിക? പ്രധാനപ്പെട്ടത് വരുന്നത് വൈദ്യുതി ഉൽപ്പാദനം വരുന്നുണ്ട്, ഗ്യാസ്, ജലവിതരണം എന്നിവ വരുന്നുണ്ട്, കെട്ടിട നിർമ്മാണം, ഉൽപ്പന്ന നിർമ്മാണം, വ്യവസായങ്ങൾ എന്നിവയൊക്കെ വരുന്ന മേഖല ഏതാണ്? രണ്ടാമത്തെ മേഖലയായ ദ്വിതീയ മേഖലയാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. നെക്സ്റ്റ്, തൃതീയ മേഖല അല്ലെങ്കിൽ സേവന മേഖല. തൃതീയ മേഖല അല്ലെങ്കിൽ സേവന മേഖല, ടെറിഷറി സെക്ടർ. ഫസ്റ്റ് സെക്ടർ പ്രൈമറി, സെക്കൻഡറി, പിന്നെ ടെറിഷറി സെക്ടർ അല്ലെങ്കിൽ തൃതീയ മേഖല അല്ലെങ്കിൽ സേവന മേഖല. അപ്പൊ തൃതീയ മേഖല അല്ലെങ്കിൽ സേവന മേഖല പ്രാഥമിക മേഖലയിലെയും ദ്വിതീയ മേഖലയിലെയും ഉൽപ്പന്നങ്ങൾ എടുത്തുകൊണ്ട് അവിടെ നിന്ന് എടുത്തുകൊണ്ട് മൂന്നാമത്തെ മേഖലയിൽ ഉപയോഗപ്പെടുത്തുന്നു. അതാണ് തൃതീയ മേഖല. അപ്പൊ തൃതീയ മേഖലയിൽ എന്തൊക്കെയാ വരിക? വ്യാപാരം വരും, വാണിജ്യം വരും, പിന്നെ സോഷ്യൽ സർവീസ് വരും, റിയൽ എസ്റ്റേറ്റ് വരും, ബാങ്കിങ്, ഇൻഷുറൻസ്, IT ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരുന്നത് ഏതിലാണ്? തൃതീയ മേഖലയിലാണ്. വ്യാപാരം, വാണിജ്യം, IT, ഇൻഷുറൻസ്, ബാങ്കിങ്, പിന്നെ സോഷ്യൽ സർവീസ്, റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം, ഗതാഗതം, വാർത്താവിനിമയം എല്ലാം വരുന്നത് ഏത് മേഖലയിലാണ്? മൂന്നാമത്തെ മേഖലയിലാണ്. അപ്പം നമ്മൾ പഠിച്ചു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുന്ന മേഖല പ്രാഥമിക മേഖലയാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മേഖല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ പറയണ്ടേ? തൃതീയ മേഖലയാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകുന്ന മേഖലയാണ് തൃതീയ മേഖല അല്ലെങ്കിൽ സേവന മേഖല. ഓക്കെ ആണല്ലോ. അപ്പോൾ പ്രാഥമിക മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തുന്ന മേഖല. ദ്വിതീയ മേഖല എന്ന് പറഞ്ഞാൽ പ്രാഥമിക മേഖലയിൽ ഉൽപ്പന്നങ്ങൾ എടുത്തുകൊണ്ട് സാധനങ്ങൾ, സേവനങ്ങൾ നിർമ്മിക്കുന്ന പ്രക്രിയ. ഈ രണ്ട് മേഖലയിലെയും ഉൽപ്പന്നങ്ങൾ എടുത്തുകൊണ്ട് വിതരണം ചെയ്യുന്ന മേഖലയാണ് തൃതീയ മേഖല വരുന്നത്. അപ്പോൾ പ്രാഥമിക ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സേവന മേഖലയും ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുന്ന മേഖല ഏതാണ്? പ്രാഥമിക മേഖലയാണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഇതിലൊരു ടേമും കൂടി പഠിക്കാനുണ്ട്. അറിവധിഷ്ഠിത മേഖല എന്താണെന്ന്. അറിവധിഷ്ഠിത മേഖല എന്താണ്? അറിവധിഷ്ഠിത മേഖല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അറിവും സാങ്കേതിക വിദ്യയും ഒരുമിച്ച് ഉപയോഗിക്കുന്നതിനെ പറയുന്ന പേരാണ് അറിവധിഷ്ഠിത മേഖല. അപ്പോൾ നമ്മുടെ അറിവും സാങ്കേതിക വിദ്യയും ഒരുമിച്ച് ഉപയോഗിക്കുന്നതിനെയാണ് അറിവധിഷ്ഠിത മേഖല എന്ന് പറയുക. എക്സാമ്പിൾ പറയാൻ ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്കൊക്കെ എക്സാമ്പിൾ പറയും. അപ്പോൾ അത് ഏത് മേഖലയിലാണ് പെടുക? പ്രൈമറിയിലാണോ, സെക്കൻഡറിയിലാണോ, ടെറിഷറിയിലാണോ ഈ പറയുന്ന അറിവധിഷ്ഠിത മേഖല പെടുക? അറിവധിഷ്ഠിത മേഖല പെടുക സേവന മേഖലയിലാണ്. മൂന്നാമത്തെ മേഖലയിലാണ് അറിവധിഷ്ഠിത മേഖല വരുന്നത്. ഓക്കെ. അപ്പോൾ പ്രാഥമിക മേഖല എന്താണ്? സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മേഖലകളാണ് പഠിച്ചത്. പ്രാഥമിക മേഖല അല്ലെങ്കിൽ കാർഷിക മേഖല ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല്, ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുന്നു. അവിടെ എന്തൊക്കെയാണ് വരുന്നത്? കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും വരുന്നുണ്ട്, വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം, പാറവെട്ട്. രണ്ടാമത്തെ മേഖലയിൽ എന്തൊക്കെയാണ് വരുന്നത്? വ്യവസായ മേഖലയാണ് അല്ലെങ്കിൽ ദ്വിതീയ മേഖലയാണ്. അതിൽ എന്തൊക്കെയാണ് വരുന്നത്? അതിൽ വരുന്നത് കെട്ടിട നിർമ്മാണം, സാധനങ്ങൾ, സേവനങ്ങളുള്ള ഉൽപ്പന്ന നിർമ്മാണം, വ്യവസായങ്ങൾ, പിന്നെ വൈദ്യുതി, ജലവിതരണം, ഗ്യാസ് എന്നിവയ്ക്ക് വരുന്നുണ്ട്. തേർഡ് മേഖലയിലോ വ്യാപാരം, വാണിജ്യം, ഇൻഷുറൻസ്, IT, ബാങ്കിങ്, റിയൽ എസ്റ്റേറ്റ്, സോഷ്യൽ സർവീസ്, ഗതാഗതം എന്നിങ്ങനെ വേണ്ട തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിലാണ് വരുന്നത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അറിവധിഷ്ഠിത മേഖല ഏത് മേഖലയിൽ പെടുന്നു? തേർഡ്, അതായത് തൃതീയ മേഖലയിലാണ് അറിവധിഷ്ഠിത മേഖല വരുന്നത്. അറിവധിഷ്ഠിത മേഖലയ്ക്ക് എക്സാമ്പിളായിട്ടുള്ള ഈ ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക് തുടങ്ങിയ സ്ഥാപനങ്ങൾക്ക് അറിവും സാങ്കേതിക വിദ്യ ഒരുമിച്ച് ഉപയോഗിക്കുന്നതാണ് അറിവധിഷ്ഠിത മേഖല. ഇത് രണ്ട് എക്സാമ്പിളാണ്. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങളാണ്. ഉൽപ്പാദന ഘടകങ്ങൾ പഠിച്ചു, ഉൽപ്പാദനമായിട്ടുള്ള മേഖലകൾ പഠിച്ചു. ഈ ബാക്കിയുള്ള പോയിന്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.